ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്നും ഒരു ഓണത്തിൻ്റെ ഒരു കളക്ഷനായിട്ടാണ് വരുന്നത്. പക്ഷേ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസവോ അല്ലെങ്കിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല ചെയ്യണേ. എന്നാൽ പക്ഷേ നമുക്ക് ഓണത്തിനും യൂസ് ചെയ്യാം എന്ന ഒരു ടൈപ്പിലാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഓണം കഴിഞ്ഞിട്ടും നമുക്ക് യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും ഒരുപോലത്തെ ഒരു ടേസ്റ്റ് ഉള്ളവരായിരിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തേണ്ടത് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ചോക്ലേറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡൊന്നുമല്ല, ഒരു പേസ്റ്റൽ കളറാണ്. ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ഇതൊരു നെറ്റാണ് കേട്ടോ. അധികം റേറ്റ് ഒന്നും വരുന്നില്ല. സാധാരണ നെറ്റല്ല, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റല്ല, കുറച്ച് തിക്കായിട്ട് വരുന്ന ഒരു നെറ്റാണ്. അതിന് ഒരു സാറ്റിൻ്റെ തന്നെ ഒരു ലൈനിങ് എടുത്തിട്ടുണ്ട്. ക്രേപ്പ് ലൈനിങ് ആണ് ഞാൻ നോക്കിയത്. പക്ഷെ എനിക്ക് ക്രേപ്പ് ഈ സെയിം കളറിൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ സാറ്റിനാണ് എടുത്തേണ്ടത്. അപ്പോൾ ഇതൊരു ഫ്രോക്ക് ടൈപ്പ് വേണമെങ്കിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കുർത്തി ടൈപ്പ് അല്ല, കാരണം നെറ്റാണ് വരുന്നത്. കുർത്തി പോലെ ഇച്ചിരി ഫ്ലോയി ആയിട്ട് കിടക്കാനുള്ളൊരു ചാൻസ് വളരെയധികം കുറവാണ്. അപ്പോൾ ഒരു ഫ്രോക്ക് ടൈപ്പ് മോഡൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതൊരു പ്ലെയിൻ ആയിട്ട് തയ്ച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഓണത്തിന് യൂസ് ചെയ്യണം, ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് പോലെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ലേസും കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് വർക്ക് വരുന്ന ഒരു ലേസാണ്. അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. നമുക്ക് പെർ മീറ്റർ ഒരു 200 സംതിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു ലേസ് എടുക്കുമ്പോൾ ഇച്ചിരി കൂടിയും ഒരു ഭംഗിയുള്ള ഒരു ലേസ് എടുക്കണതായിരിക്കും ബെറ്റർ. കണ്ടോ, ഇതുപോലത്തെ കണ്ടു കഴിഞ്ഞാൽ ഹാൻഡ് വർക്ക് ലുക്കാണ് തോന്നുന്നത്. നമ്മളുടെ കട്ട് ബീഡ് ഉണ്ടല്ലോ, കട്ട് ബീഡിൻ്റെ ഒരു വർക്കാണ് വന്നേണത്. അത് സ്കാലപ്പിൻ്റെ ഒരു ഡിസൈനിലാണ് കൊടുത്തേണത്. ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തേണത്, പ്ലെയിൻ മെറ്റീരിയലല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചില ലേസുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണെങ്കിൽ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച് വെക്കാറുണ്ട്. പക്ഷെ അത് അപ്പം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാറില്ല. അങ്ങനെ നമ്മൾ മേടിച്ച് വെക്കണ ഒരു ഇതാണെങ്കിൽ മേടിച്ച് വെച്ചിട്ട് ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യണതെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടും. നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ ചോദിച്ചാൽ കിട്ടും. ആ ഒരു കവറിൽ വെച്ച് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇതുപോലത്തെ മെറ്റീരിയലിലൊക്കെ വരുന്ന ലേസ് ഒത്തിരി നാൾ പുറത്തിരുന്ന അല്ലെങ്കിൽ നമ്മളതൊന്ന് പൊതിഞ്ഞ് വെക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിറം മങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ മുൻപേ കൂട്ടി മേടിക്കണവർക്കുള്ളൊരു ടിപ്പ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡിസൈനും കാര്യങ്ങളായിട്ടുള്ള ബന്ധമുള്ള ഒരു കാര്യമല്ല. പക്ഷെ അങ്ങനെ മേടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇത് സൂക്ഷിക്കുക. ഇപ്പം ഇതാണ് നമ്മളുടെ ഈ മെറ്റീരിയലിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസൈൻ. ഇതുപോലെ വരും. ഓണത്തിനായിട്ടും ഇടാൻ, നമുക്ക് ഓണം കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ഇടുന്ന ഒരു എലഗൻറ്റ് ലുക്കുള്ളൊരു പീസാണ് കേട്ടോ. ഇതുപോലെയാണ് വരാൻ. കണ്ടോ? അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു എലൈൻ ടോപ്പാണ്, സ്ലീവ്ലെസ് എലൈൻ ടോപ്പാണ് വരുന്നത്. അപ്പോൾ അതിനുള്ളൊരു 1/2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബോട്ട് നെക്കാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഷോൾഡർ, എൻ്റെ 14 ഇഞ്ചാണ് ഷോൾഡർ വന്നേനെ. അതിൻ്റെ 1/2 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. മിഡ് ആം ഹോൾ ലെങ്ത്ത് താഴത്തോട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ടല്ലോ, അത് ഞാനൊരു 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. എൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് 33 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് 36 ഡിവൈഡഡ് ബൈ 4, ഒരു 36നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 9 ഇഞ്ച് വന്നു. അപ്പോൾ എൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് 9 ഇഞ്ചാണ്. ശേഷം ഞാൻ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേസ്റ്റ് അളവ് ഒരു 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 13 ഇഞ്ചിൻ്റെ റൗണ്ട് വരുന്നത് 8 ഇഞ്ചാണ്. 30 ഇഞ്ചാണ് എൻ്റെ വേസ്റ്റ് അളവ് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് 32 ഡിവൈഡഡ് ബൈ 4 ഒരു 8 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു 2 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം എ ലൈൻ ടോപ്പാണ്, തൂങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം സീം എലമെൻറ്റ്സ് എല്ലാം വിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ആ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുക. ബാക്ക് പോർഷൻ കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ്റെ ഒരു ആം ഹോൾ കുഴിച്ച് മാർക്ക് ചെയ്തത് ഒന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട് മറക്കരുത്. ശേഷം നമ്മൾ ബാക്കും ഫ്രണ്ടും മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത്ത് കുറച്ചും കൂടി കൂട്ടിയിടാൻ മറക്കരുത്. കാരണം മെയിൻ മെറ്റീരിയലും നമ്മുടെ ലൈനിങ് മെറ്റീരിയലും തമ്മിലുള്ള ഫുൾ ലെങ്ത്തിൻ്റെ അളവ് 2 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് മിനിമം വേണം. മാക്സിമം നമ്മൾ 2 ഇഞ്ചിനേക്കാളും കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, 2 ഇഞ്ചെങ്കിലും മിനിമം വേണം. ഇനി നമ്മൾ കോട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വേസ്റ്റ്
വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരെ വെച്ചിട്ടാണ്. കാരണം ഈ ഒരു നെറ്റ് ഷിമ്മർ നെറ്റ് ആയ കാരണം അത് ഗ്ലൈസിങ് കാണും. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചാണ് ആ ലൈനിങ് വെച്ച് തന്നെ 14 ഇഞ്ചിൽ ഞാൻ കോട്ടിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വൈഡ് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. കാരണം ഫിനിഷിങ്ങിൽ നമ്മൾ തിരിച്ച് മറിച്ചടിക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂടി വന്നിട്ട് 3.5 ഇഞ്ച് ആയിക്കോളും. അപ്പോൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കോട്ടിന് ഒന്ന് മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒപ്പം തന്നെ ഞാനിത് കട്ട് ചെയ്തത് സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് കട്ട് ചെയ്തത് കാണിക്കാൻ വിട്ടുപോയതാണ്. അതിനൊരു ചെറിയൊരു ഷേപ്പ് നമ്മളുടെ ആ ഒരു ബെസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പും കൂടി കൊടുത്ത് കട്ട് ചെയ്താൽ ഒന്നും കൂടിയും രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് കട്ട് ചെയ്യുക. ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെക്കിൻ്റെ അളവ് 3 ഇഞ്ച് വൈഡും 1 ഇഞ്ച് ലെങ്ത്തിൽ നെക്കും കൂടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ. ശേഷം നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യണത്. സ്ലീവിൻ്റെ മടക്കടിക്കാനുള്ള ഒരു ഇഞ്ചെങ്കിലും ഒരു മടക്കടിക്കാനുള്ള സീം എലമെൻറ്റ്സ് വിട്ടതിന് ശേഷം 10 ഇഞ്ച് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 7 ഇഞ്ചാണ് ഞാൻ ആം ഹോളിൻ്റെ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തത്. കാരണം ആം ഹോൾ എൻ്റെ 14 ഇഞ്ചാണ്, അതിൻ്റെ ഹാഫ് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തോട്ട് ഒരു 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ 3 ഇഞ്ചിലോട്ട് ഒരു ചെരിച്ച് വരച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്റർ കണ്ടു. ആ ഫസ്റ്റ് സെൻറ്ററിൽ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടും രണ്ടാമത്തെ ആ സെക്ഷനിൽ 3/4 ഇഞ്ച് താഴത്തോട്ടും മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു പഫ് ഞാൻ ഈ കോട്ടിന് സ്ലീവിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ എക്സ്ട്രാ സീം എലമെൻറ്റ്സ് അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മൾ വിടണം. കാരണം ചെറിയ ചെറിയ പ്ലീറ്റിന് വേണ്ട ഒരു സീം എലമെൻറ്റ്സ് കൂടി വേണം. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ ഞാൻ കൂടുതൽ വിട്ടിട്ട് ബൈസെപ്സ് മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ റൗണ്ടും കൂടി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ലൈൻ ടോപ്പിലോട്ടുള്ള ക്യാൻവാസാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4.5 ഇഞ്ച് നെക്ക് വൈഡ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഇഞ്ച് നമ്മുടെ നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നെക്കിൻ്റെ അളവ് കുറയുമ്പോൾ ഷോൾഡറിൻ്റെ വൈഡ് കൂട്ടണം. നെക്ക് ലെങ്ത്ത് കൂടുമ്പോൾ ഷോൾഡറിൻ്റെ വൈഡ് കുറക്കണം. നോർമലി ഞാൻ റൗണ്ട് നെക്കൊക്കെയാണ് ചെയ്യണമെങ്കിൽ 3.5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ വൈഡ് എടുക്കാറ്. പക്ഷേ ഇതെനിക്ക് 3 ഇഞ്ചേ നെക്ക് വരണുള്ളൂ. അപ്പോൾ ഷോൾഡർ വൈഡ് 4.5 ഇഞ്ച് എടുത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതൊരു ടിപ്പാണ്. നെക്കിൻ്റെ ലെങ്ത്ത് കുറയുമ്പോൾ ഷോൾഡർ വൈഡ് കൂട്ടുക, നെക്കിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ ഷോൾഡർ വൈഡ് കുറയ്ക്കുക. അതിനുശേഷം നമ്മൾ മെയിൻ മെറ്റീരിയലായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് അളവ് വരെ ലൈനിങ് കൂട്ടിയടിച്ചാൽ മതി. അതിനുശേഷം ലൈനിങ്ങും മെറ്റീരിയലും നമ്മൾ സെപ്പറേറ്റ് അടിക്കുകയാണ് ചെയ്യണത്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ക്യാൻവാസ് ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്കും ഷോൾഡറും ഫിനിഷ് ചെയ്യണത് നമ്മൾ ഓൾറെഡി ഒരു ചെറിയൊരു 2 മിനിറ്റ് വീഡിയോ ആണ്, 2-2.5 മിനിറ്റ് വീഡിയോ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യത്തിൽ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ ഇച്ചിരി ഫാസ്റ്റിൽ നമ്മൾ എഡിറ്റ് ചെയ്യണതുകൊണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ സ്റ്റാർട്ടിങ് നമ്മൾ 2ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു, അതൊന്നും എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യത്തിൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നെക്ക് ബാക്കും ഫ്രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യണത്. ക്ലോസ് ചെയ്താണ് നമ്മൾ ഷോൾഡർ അടിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ക്ലോസ് ചെയ്ത് ഷോൾഡർ അടിക്കണ ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്ലീവ്ലെസ് ടോപ്പാണ് വരുന്നത്. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ ഭാഗം ഒരു ബയാസ് പീസ് എടുത്തിട്ടുണ്ട്. അതായത് ക്രോസിൽ നമ്മൾ ഒരു പീസ് ഒരു 1.5 ഇഞ്ചിൽ വിട്ടിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുക. അത് നല്ല വശത്തോട് നല്ല വശം വെച്ചിട്ട് നമ്മൾ ഈ പീസ് തിരിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ടോപ്പ് നമുക്ക് ഈ കോട്ടില്ലാതെ നോർമലി ഒരു സ്ലീവ്ലെസ് ടോപ്പ് എലൈൻ ടോപ്പായിട്ടും യൂസ് ചെയ്യാം, കുർത്തി പോലെ യൂസ് ചെയ്യണമെങ്കിൽ ലെഗിൻസിൻ്റെ ഒപ്പം യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ല നമുക്കൊരു എലൈൻ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, കോട്ടിൻ്റെ ഒപ്പം ചെയ്യാം. ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടോപ്പിനെ സ്റ്റൈൽ ചെയ്തെടുക്കാം കേട്ടോ. 2 ആം ഹോളും നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം സൈഡ് കൂട്ടിയടിക്കുകയാണ് ചെയ്യണത്. നേരത്തെ ലൈനിങ് നമ്മൾ പറഞ്ഞായിരുന്നു വേസ്റ്റിൻ്റെ അവിടം വരെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തത്. അപ്പോൾ ആ ഒരു ലെങ്ത്ത് വരെ നമ്മൾ ഈ ഒരു ഒരുമിച്ച് കൂട്ടിയടിച്ചതിന് ശേഷം സെപ്പറേറ്റ് നമ്മളുടെ ഈ മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും സെപ്പറേറ്റ് അടിക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് താഴെ വരെ നമ്മുടെ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒരുമിച്ചൊരു സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിതിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ മെറ്റീരിയലും ലൈനിങ് മെറ്റീരിയലും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്.
ഇനി കോട്ടിൻ്റെ നെക്കാണ് ഫിനിഷ് ചെയ്യണത്. അതും ഇതുപോലെ തന്നെ ഒരു ക്രോസ് പീസിലാണ് ഞാൻ എടുത്തേണ്ടത്. ക്രോസ് പീസ് ഇതുപോലെ തന്നെ ഒരു 1.5 ഇഞ്ച് വിട്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ നെക്കിൻ്റെ പോർഷനിൽ ഇതുപോലെ നമ്മൾ നല്ല ഭാഗത്തിനോട് വെച്ചിട്ട്, നല്ല ഭാഗത്താണ് നമ്മൾ ആദ്യം ഈ സ്റ്റിച്ച് അടിക്കണത്, പൊട്ടവശത്തല്ല. ഇപ്പം നെറ്റ് ആയതുകൊണ്ട് നല്ല വശവും അങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ നോർമലി ഒരു പ്രിൻറ്റഡ് ടോപ്പിലാണ് നമ്മൾ ചെയ്യണതെങ്കിൽ നല്ല ഭാഗത്ത് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അടിക്കുക. അതിനുശേഷം ആ വിട്ടേണ ആ ഒരു സീം എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് ആ ക്രോസ് പീസിൽ തന്നെ ഒന്ന് പതിച്ചടിക്കുക. അപ്പോൾ ഫിനിഷിങ് കുറച്ചും കൂടി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പതിച്ചടിക്കുന്നത്. ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചാണ് ആ ബാക്കിൻ്റെ പോർഷനിലും ഇതുപോലെ തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തിരിച്ച് മറിച്ചെടുക്കുക. അപ്പോൾ നല്ല ഭാഗത്ത് ഈ ക്രോസ് പീസ് വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ചാണ് ആ സീം എലമെൻറ്റ്സ് ആ ക്രോസ് പീസിലോട്ട് ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം തിരിച്ച് മറിച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ആ ഒരു ബാക്ക് നെക്കിൻ്റെ ആ ഒരു ഷോൾഡർ പോർഷനായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡർ പോർഷൻ ഇതുപോലെ സ്ട്രെയിറ്റ് അടിക്കുകയാണ് ചെയ്യണത്. നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണതിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് അടിക്കാൻ പറ്റില്ല. ഫിനിഷ് ചെയ്ത് അടിക്കാം, പക്ഷെ അത് കുറച്ചും കൂടിയും ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി കോട്ടിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് നോർമലി നമ്മൾ അടിക്കണ പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇപ്പോൾ കട്ട് ചെയ്തതിൽ ലെങ്ത്ത് കുറവാണെന്ന് തോന്നണമെങ്കിൽ വേറൊരു പീസ് സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഇപ്പോൾ നെക്ക് ചെയ്തുല്ലോ അതുപോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി സ്ലീവാണ് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത്. അതും ഇതുപോലെ അടിഭാഗം നമ്മളൊന്ന് മടക്കി അടിക്കുക. ശേഷം നമ്മൾ സെൻറ്റർ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം, കാരണം പഫുള്ളൊരു സ്ലീവാണ് വരുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ പ്ലീറ്റ് നമ്മൾ വിട്ടേണ സീം എലമെൻറ്റ്സ് അടക്കം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 പ്ലീറ്റാണ് ഇട്ട് കൊടുത്തേണ്ടത്. സെൻറ്ററിൽ ഒരു ബോക്സ് പ്ലീറ്റ് പോലെ ചെറുതായിട്ട് ബോക്സ് പ്ലീറ്റ് പോലെയാണ് വരുന്നത്. അപ്പുറത്ത് ചെറിയ നമ്മൾ നൈഫ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുമല്ലോ, അതുപോലെ കുഞ്ഞു പ്ലീറ്റുകൾ ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കണം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് നമ്മളുടെ ആ ഒരു ലേസ് ഉണ്ട്. അപ്പോൾ ആ ലേസിന് എക്സ്ട്രാ നമുക്കൊരു മെറ്റീരിയൽ വരുന്നുണ്ട്. ആ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് അത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ അളവ് എവിടം വരെയാണോ വരുന്നത് അത്രയും ഭാഗം മാത്രം നമ്മൾ ഈ ലേസ് അറ്റാച്ച് ചെയ്താൽ മതി. കാരണം നമ്മൾ കൂട്ടിയടിക്കുമ്പോൾ നമ്മൾ സൂചി പൊട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ലേസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട. നമ്മുടെ ബൈസെപ്സിൻ്റെ അളവ് ഇപ്പോൾ 10 ഇഞ്ച് ആണെങ്കിൽ ആ 10 ഇഞ്ച് മാത്രം നമ്മൾ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ കോട്ടിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സ്വീക്വൻസിൻ്റെ മെറ്റീരിയലാണ് വന്നേണത്, എൻ്റെ ഈ ലേസിൽ വന്നേണത്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ കട്ട് ബീഡ് ഉള്ള ഒരു ലേസാണ് വർക്ക് കൂടുതലുള്ളൊരു ലേസാണ് കിട്ടണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കണ്ട, കാരണം സൂചി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെം ചെയ്ത് വിടണതായിരിക്കും ബെറ്റർ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചാലും നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഹെം ചെയ്ത് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഇട്ട് കഴിയുമ്പോൾ അത് പൊന്തി വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഹെം ചെയ്ത് വിട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും ഈ ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലീറ്റ് ഇട്ട് കൊടുത്തതിൻ്റെ സെൻറ്റർ പോർഷനിൽ കൃത്യമായിട്ട് വരുന്ന രീതിയിൽ തന്നെ നമ്മളുടെ ആ ഷോൾഡറിൻ്റെ ജോയിനിങ് വരുന്നുണ്ടല്ലോ, അവിടെ തന്നെ സെൻറ്റർ പോർഷൻ വരുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ശേഷം നമ്മൾ നമ്മുടെ സൈഡ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കോട്ട് റെഡിയാണ്.
ഈ കോട്ടിൻ്റെ എൻഡിൽ നമ്മൾ ബ്ലൗസിന് യൂസ് ചെയ്യുന്ന ചെറിയൊരു ഹുക്കും ലൂപ്പും വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ കോട്ട് ഇട്ടേണത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തിന് യൂസ് ചെയ്യാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തീമിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്